ഫോണിലെ സിം കാർഡ് ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ വാട്സപ്പും പണി നിർത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ ഒരുപക്ഷെ അമ്പരപ്പ് തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. വാട്സപ്പിൽ വരാൻ പോകുന്ന സിം ബൈൻഡിംഗ് എന്ന വലിയ സുരക്ഷാ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ ഒരു തവണ വാട്സപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിം ഫോണിൽ വേണമെന്ന് നിർബന്ധമില്ല. വൈഫൈ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നമുക്ക് പഴയ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കാം. ഈ പഴുതാണ് സൈബർ തട്ടിപ്പുകാർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. വ്യാജ സിമ്മുകൾ ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കുക, പിന്നീട് ആ സിം നശിപ്പിച്ചു കളഞ്ഞ് വൈഫൈ വഴി തട്ടിപ്പുകൾ നടത്തുക എന്നതായിരുന്നു ഇവരുടെ രീതി. എന്നാൽ ഇനി മുതൽ ആ കളി നടപ്പില്ല. നമ്മുടെ UPI ആപ്പുകളും ബാങ്കിംഗ് ആപ്പുകളും പ്രവർത്തിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. വാട്സപ്പ് അക്കൗണ്ട് ഏത് നമ്പറിലാണോ ഉള്ളത്, ആ സിം കാർഡ് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്പ് ഇനി പ്രവർത്തിക്കൂ. സിം ഊരി മാറ്റിയാലോ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് മാറ്റിയാലോ വാട്സപ്പ് പ്രവർത്തനം ഉടൻ നിലയ്ക്കും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സുരക്ഷാ നിയമങ്ങളുടെ ഭാഗമായാണ് ഡിസംബർ 31-നകം ഈ വലിയ മാറ്റം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഷെയർ ചാറ്റ് പോലുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾക്കും ഈ വഴിയിലേക്ക് മാറുകയാണ്. നിലവിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചില ഉപഭോക്താക്കൾക്ക് ഇതിന്റെ വേരിഫിക്കേഷൻ സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വരുന്നതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വൈഫൈ വഴി നടത്തുന്ന തട്ടിപ്പുകൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. സാധാരണക്കാർക്ക് സുരക്ഷ കൂടുമെങ്കിലും ഒന്നിലധികം സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്നവർക്ക് ഇത് ചെറിയൊരു തലവേദനയാകാൻ സാധ്യതയുണ്ട്. സൈബർ സുരക്ഷയ്ക്കായുള്ള ഈ വലിയ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.